ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്നൊരു കിട്ടിലൻ ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്ലൂബെറി കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ളം വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ക്രഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് ബ്ലൂബെറിയാണ്, ഡ്രൈഡ് ബ്ലൂബെറിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്ലൂബെറി ക്രഷ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 1/4 കപ്പിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് വെന്ത് കിട്ടണം നമുക്ക്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു തുണ്ട് നാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ക്രഷിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അടുപ്പത്തോട്ട് വെച്ച് ഇതിനൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് നല്ല വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലോറും കൂടി ഇച്ചിരി വെള്ളത്തെ ആഡ് ചെയ്ത് ഇതിലൊഴിച്ചു കൊടുക്കാം. ഇച്ചിരി ഒരു കട്ടി കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ക്രഷിന്. അല്ലെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ബ്ലൂബെറി അല്ലേ, അതങ്ങ് വല്ലാണ്ട് വെള്ളമായി പോകും. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടി ഇച്ചിരി ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ കോൺഫ്ലോർ ഒന്ന് ആഡ് ചെയ്യാണ്. നമ്മളിനി ലോ ഫ്ലെയിം ഇട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മൾ കോൺഫ്ലോറിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറി ഒന്ന് വെന്ത് കിട്ടാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്രഷിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ഒരു ഇച്ചിരി ഒന്ന് കുറുക്കി വരുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ മാത്രമേ നമ്മൾ കോൺഫ്ലോർ ചേർത്തതിന് ശേഷം ഇടാൻ പാടുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഭയങ്കരമായിട്ട് അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ ഇച്ചിരി ഒന്ന് കുറുക്കി വരുന്ന സമയത്തേക്കും നമുക്കത് ഓഫ് ചെയ്യാം. പക്ഷേ ഞാൻ ഓർത്തില്ല, ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിരുന്നു. അപ്പം പെട്ടെന്ന് കട്ടിയായപ്പോൾ നമ്മുടെ കോൺഫ്ലോർ വെന്തുമില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇച്ചിരി ഒന്ന് കട്ടി മീൻസ് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിനൊന്ന് തണുപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ ഞാൻ തണുപ്പിച്ചെടുത്ത് നമ്മുടെ ബ്ലൂബെറിയുടെ ആ ഒരു മിക്സ് ഞാനൊരു ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 1/2 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കണം. അപ്പോൾ 1/2 കപ്പ് മൈദാപ്പൊടി, പിന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത്ര ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ഇതിലിടുന്നില്ല, ഞാൻ മുട്ടയുടെ കൂടെയാണ് ഉപ്പിടാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് 2-3 പ്രാവശ്യം അരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പൊടിച്ചതല്ല, അപ്പോൾ അതിനൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 1/2 കപ്പ് തികച്ച് വരില്ല, എന്നാലും അത്രത്തോളം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു ഡ്രൈ ബൗളിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യുകയാണ്. നമ്മൾ മുട്ട ഒന്ന് പൊന്തി ഒരിച്ചിരി ഫ്ലഫി ആയിട്ട് ഒരിച്ചിരി കൂടെ പൊങ്ങി നല്ല ക്രീമി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര കുറേശ്ശെ ഇട്ട്, 1/2 കപ്പില്ല. കാരണം നമ്മൾ ബ്ലൂബെറി ക്രഷൊക്കെ യൂസ് ചെയ്യുമ്പം നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരുപാട് പഞ്ചസാരയും കൂടി ഇട്ടാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എനിക്ക് മധുരം കുറഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം ഒരുപാട് ഇടാൻ കുഴപ്പമില്ല. നമ്മുടെ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുട്ട. ഈ സമയത്തേക്കും ഒരു 1/4 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് പാം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ മെൽറ്റ് ചെയ്തോ ചേർക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/4 കപ്പ് നമ്മുടെ ബ്ലൂബെറി ക്രഷിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ മുട്ട ലൂസ് ആവാൻ പാടില്ല. അപ്പോൾ ഒന്ന് ഒരു ലോ സ്പീഡിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കുറേശ്ശെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇടാൻ പാടില്ല, കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഫോൾഡ് ചെയ്താണ് നമ്മൾ എടുക്കേണ്ടത്. അത് കുത്തി പിടിച്ചെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. എങ്കിൽ നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല, ഹാർഡായി പോവും, പിന്നെ അത് പൊട്ടിപ്പോവും. നമ്മുടെ കേക്കിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 കാര്യങ്ങളും കൂടെ ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് പർപ്പിൾ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പർപ്പിൾ കളർ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടി, ഞാനിപ്പോൾ ഇത് സെയിലിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പുറത്ത് കൊടുക്കുമ്പോൾ ആ ഒരു കളറുള്ളത് നല്ലതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ കളർ ചേർത്തത്. ഇപ്പോൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കളർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം ബട്ടർ മിൽക്ക് മറക്കരുത് ചേർക്കണം കേട്ടോ.
അപ്പോൾ ഞാൻ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒരു 5 ഇഞ്ചിൻ്റെ ടിന്നാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഹൈറ്റ് കുറവായിട്ടുള്ള ടിന്നാണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യേണ്ട. ഹൈറ്റ് ഒരു 6 ഇഞ്ച് തന്നെ യൂസ് ചെയ്തോളൂ. എനിക്ക് ഹൈറ്റുള്ള ടിന്നായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഇതിൽ തന്നെ ഒഴിച്ചത്. അപ്പോൾ ഇതിനെ ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓവനിൽ ഒരു 30 മിനിറ്റോളം വെച്ചിട്ടാണ് ഞാനൊന്ന് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുകയാണ്. ഞാൻ 3/4 കപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഒന്നും ബീറ്റ് ചെയ്യുന്നൊന്നും ഞാൻ കാണിക്കണില്ല, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്നാണ് കേട്ടോ അതിനെ ശരിയാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടിയിട്ട് നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പ് വേറൊന്നുമില്ല, ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളമായിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് നമ്മുടെ ബ്ലൂബെറി കേക്ക് ആയതുകൊണ്ട് നമ്മുടെ ക്രഷ് ഒരു ഇച്ചിരി കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ ഷുഗർ സിറപ്പ്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂണോളം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള, ഒരുപാട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ബ്ലൂബെറി ക്രഷ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആകണം. അപ്പോൾ ബ്ലൂബെറി ക്രഷ് ഒക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ബ്ലൂബെറി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കേക്കിൻ്റെ ടേസ്റ്റ് പറയേണ്ട കാര്യമില്ലല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. ഞാനിനി സെക്കൻഡ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മീതത്തേക്ക് നമ്മൾ ചെയ്തത് പോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഇറ്റിച്ച് കൊടുക്കുക, അതുപോലെ നമ്മുടെ ക്രീം ആക്കി കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ബ്ലൂബെറി ക്രഷ്. അപ്പോൾ ഇതിൽ മൊത്തം ബ്ലൂബെറിയുടെ ഒരു മയമാണ്, നമ്മുടെ ഷുഗർ സിറപ്പിൽ തന്നെയും ബ്ലൂബെറി ആണ്. അപ്പം ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അത് ഉണ്ടാക്കി കഴിച്ചു നോക്കാം. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. ഞാൻ ഒരുപാട് വട്ടം കഴിച്ചിട്ടുള്ളതുകൊണ്ട് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെക്കൻഡ് ലെയറും അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. തേർഡ് ലെയറും നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് ലാസ്റ്റ് ലെയറാണ് കേട്ടോ. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ക്രീം നല്ലപാടെ വെച്ച് കൊടുക്കുക. പിന്നെ ക്രം കോട്ട് ചെയ്യണം എന്നുള്ളവർക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ക്രം കോട്ട് ചെയ്യണില്ല, അല്ലാണ്ട് തന്നെ ഞാൻ അതിനെ ഒന്ന് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലെയറും ലാസ്റ്റ് ലെയർ കോട്ടിങ്ങും ഒക്കെ ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇങ്ങനെ സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രിക്കാണ്, അതുകൊണ്ട് ഇച്ചിരി ഒരു ലൈറ്റ് ഡള്ളൊക്കെ തോന്നും, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് വൃത്തിയാക്കി എടുത്ത് ഒരു 15 മിനിറ്റ് ഫ്രീസറിലോട്ട് വെച്ചിട്ട് എടുത്തേക്കണം. അപ്പോൾ ഫ്രീസറിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കുക, എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. ഞാൻ ആ വെള്ള വിപ്പിംഗ് ക്രീം തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് നോസിൽ ഒന്നും ഇല്ലാണ്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബ്ലൂബെറിയുടെ ആ ഒരു എഫക്റ്റ് ഒക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുവാണ്. വേറെ ഡിസൈൻ ഒന്നും ഞാനിതിൽ ചെയ്യുന്നില്ല. നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം വെച്ച് നോസിൽ പോലും വേണ്ട, നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനും വേണ്ടിയിട്ട്. ഇത് മൊത്തത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ കേക്ക് ജെൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഒരിക്കൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കേക്ക് ജെല്ല് ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് അതുപോലെ ചെറിയ ഒരു ഹോളിട്ട് കൊടുത്തിട്ട് നമ്മൾ വെച്ച് കൊടുത്ത ഡിസൈൻ്റെ മണ്ടയ്ക്കോട്ട് ആക്കി കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ബ്ലൂബെറിയുടെ ആ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കേക്ക് ജെൽ ഉണ്ടാക്കാം. ഇപ്പം ഈ ബ്ലൂബെറി കേക്കിന് ഈ ഒരു കേക്ക് ജെല്ലും കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ഞാൻ ഈ സൈഡിലൊക്കെ ഒന്ന് ഇട്ടിച്ച് കൊടുത്ത് നമ്മുടെ ഒരു പ്രത്യേക ഡിസൈനിലൊക്കെ ആക്കി ഒന്ന് എടുക്കാം കേട്ടോ. നമ്മുടെ ബ്ലൂബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ്സ് ഇടുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. കൂടാതെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണാം. ബൈ, ടേക്ക് കെയർ.